വെൽക്കം ടു മൈ ചാനൽ. വണക്കം, നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്തിടെ തന്നെ ഈ സായി ലക്ഷ്മിയുടെ ഒരുപാട് വാർത്തകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സായി ലക്ഷ്മി ആരാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ സീരിയൽ കാണുന്ന സാന്ത്വനം സീരിയൽ മിത്രയുടെ റോള് അഭിനയിച്ചിരുന്നു മുമ്പ്. സായി ലക്ഷ്മി ആണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. അത് മിക്കവാറും സീരിയൽ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം. സായി ലക്ഷ്മിയും ആ സീരിയൽ സാന്ത്വനം 2 സീരിയലിൻ്റെ ക്യാമറാമാനുമായിട്ടുള്ള അരുൺ രാവണുമായിട്ടുള്ള ബന്ധം അടുത്തിടെ വളരെയധികം വൈറൽ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ഒരുപാട് ചർച്ചകൾ അതിനെ അടിസ്ഥാനമായിട്ട് നടത്തിയിരുന്നു. അടുത്തിടെ വന്നിട്ട് ഈ സായി ലക്ഷ്മി സ്വന്തം ഭാഗത്തെക്കുറിച്ചിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ആ വീഡിയോ യാദൃശ്ചികമായിട്ട് കാണാനിടയായി. അത് കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനെന്ന് വിചാരിച്ചു. അരുൺ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യം വിവാഹം ചെയ്തിരുന്നത് നമ്മുടെ മലയാള സീരിയൽ രംഗത്തെ പ്രമുഖ ഒരു ആക്ട്രസ്സായ മൃദുല വിജയൻ്റെ സഹോദരി പാർവതി വിജയനെ ആയിരുന്നു. അപ്പോൾ പാർവതി വന്നിട്ട് അരുണിനെ പ്രേമിച്ചു. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അരുണിനെ കല്യാണം കഴിക്കുകയും ആ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുമുണ്ട്. ആദ്യമൊക്കെ ആ വിവാഹം കഴിഞ്ഞ ഇടയ്ക്ക് വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ പാർവതി ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളും കാണാം. അത് കഴിഞ്ഞിട്ട് പാർവതി തന്നെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് അരുണുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തി ഡിവോഴ്സായി എന്ന വിവരവും അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് നമ്മുടെ സായി ലക്ഷ്മിയും തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഒരു വീഡിയോയുമായിട്ട് രംഗത്തെത്തിയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒന്നിനു പിറകെ ഒന്നായി കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ സംസാരിക്കാം. ഒളിച്ചോട്ട പദ്ധതി ചുറ്റാൻ പിടിച്ചത് പദ്ധതി സംഭവം എനിക്ക് ഇവളെ കെട്ടിയേ പറ്റുള്ളൂ. എങ്ങനെ ജീവിക്കും, 6 മാസം പോലും പോവില്ല, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ 5 months കഴിഞ്ഞു പറഞ്ഞു. അമ്മേടെ വീട്ടില് അമ്മേനെ വിളിക്കാൻ എനിക്ക് താഴെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനിടെ ഇൻസ്റ്റയിൽ ഈ സായി ലക്ഷ്മിയും അരുണും തമ്മിലുള്ള ധാരാളം കാര്യങ്ങളും സംഗതികളുമൊക്കെ അവർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാർവതി ഡിവോഴ്സായ വിവരങ്ങൾ വെളിപ്പെടുത്തിയെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അവർ തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതിന് പിറകിൽ എന്തോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഉറപ്പായിട്ടും. പക്ഷേ ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് പാർവതി എവിടെയും തുറന്ന് പറയുന്നില്ല. അതിലൊക്കെ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. മറ്റുള്ളവർക്ക് അതിൽ തലയിടേണ്ട കാര്യമില്ല ന്യായമായിട്ടും. എന്നിരുന്നാലും സായി ലക്ഷ്മി ഈ ബന്ധത്തിൽ വന്നതിൽ പിന്നെ ഒരുപാട് ഗോസിപ്പുകൾ അതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. ധാരാളം ന്യൂസ് സായി ലക്ഷ്മിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സായി ലക്ഷ്മിയെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ തുടർന്ന് ബാക്കി എന്താ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെന്നും ഈ വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി അതിനൊന്നും ഒരു റിപ്ലൈ ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആക്ച്വലി ഞാനൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഫൈനൽ ഒരു ഇതെടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ സായി ലക്ഷ്മി പറയുന്നത് കേട്ട് കാണും. കാരണം ഈ സീരിയലിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സായി ലക്ഷ്മി അരുണുമായിട്ടുള്ള പരിചയം വരുന്നത്. ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് പബ്ലിക്കിന് റെസ്പോൺസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഹായ്, ഹലോ, നമസ്കാരം, ഞാൻ സായി ലക്ഷ്മി. സോ ഈ വീഡിയോ വേറൊന്നുമില്ല. ലൈക്ക് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് പബ്ലിക്കിന് റെസ്പോൺസ് ഞാൻ കൊടുത്തിട്ടുമില്ല, അവർക്ക് കിട്ടിയിട്ടുമില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ക്ലാരിഫൈ വൺ തിങ്. ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്നെനിക്ക് തോന്നി. ലൈക്ക് people should know the truth. എപ്പോഴും ഫേക്ക് ഇൻഫർമേഷൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ കമൻസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. സോ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ പെരുമാറുക. അതിപ്പോൾ ആരാണെങ്കിൽ പോലും, ഇപ്പം ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ പെരുമാറാറുണ്ട്. സോ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സോ ഐ തിങ്ക് ദാറ്റ് ഇതുപോലൊരു വീഡിയോ ചെയ്യണം, നീഡ് ടു അപ്ലോഡ് ഇറ്റ്. ഓക്കെ. ആ സ്നേഹത്തിൻ്റെ തുടക്കമൊക്കെ ആദ്യത്തെ 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി അരുണിനെ പരിചയപ്പെടുന്നതും നല്ല രീതിയിലുള്ള ആ ബന്ധം വളരുന്നതുമൊക്കെ. ആ സമയത്ത് സായി ലക്ഷ്മി പറയുന്നത് അരുണിനെ കുറിച്ചിട്ടുള്ള
വിവരങ്ങളൊന്നും ആദ്യം സായി ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഈ പുള്ളി വന്നിട്ട് ഡിവേഴ്സായ കാര്യങ്ങളും ബാക്കി വിവരങ്ങളും ഒക്കെ അറിയുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് പബ്ലിക്കിന് റെസ്പോൺസ് ഞാൻ കൊടുത്തിട്ടുമില്ല, അവർക്ക് കിട്ടിയിട്ടുമില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ക്ലാരിഫൈ വൺ തിങ്. ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്നെനിക്ക് തോന്നി. ലൈക്ക് people should know the truth. എപ്പോഴും ഫേക്ക് ഇൻഫർമേഷൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. സോ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ പെരുമാറുക. അതിപ്പോൾ ആരാണെങ്കിൽ പോലും, ഇപ്പം ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ പെരുമാറാറുണ്ട്. സോ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സോ ഐ തിങ്ക് ദാറ്റ് ഇതുപോലൊരു വീഡിയോ ചെയ്യണം, നീഡ് ടു അപ്ലോഡ് ഇറ്റ്. ഓക്കെ. അതുപോലെ സായി ലക്ഷ്മി കാരണമാണ് പാർവതിയും അരുണും തമ്മിൽ പിരിഞ്ഞത് എന്നുള്ളൊരു വാർത്തയും പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, ഇവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷമാണ് സായി ലക്ഷ്മിക്ക് അരുണുമായിട്ടുള്ള ആ ഒരു റിലേഷൻ തുടങ്ങുന്നത് എന്നുമൊക്കെയാണ് കുട്ടി പറയുന്നത്. സമയത്ത് ഞാൻ വർക്കിൽ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പുള്ളി ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. സോ ഹി വാസ് സെപ്പറേറ്റഡ് അറ്റ് ദാറ്റ് ടൈം. ഇല്ല പുള്ളി ആരാണെന്നോ എന്താണെന്നോ പുള്ളിക്ക് ഫാമിലി ഉണ്ടെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ ഒന്നും എനിക്കറിയില്ല. ആ ഒരു ടൈമിൽ പുള്ളി സെപ്പറേറ്റഡായിരുന്നു. അത് ഞാൻ പുള്ളി വഴിയല്ല അറിഞ്ഞത്. ഞങ്ങൾ കണ്ട് സംസാരിച്ചത് മേബി ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. സോ ആ ഒരു സമയത്ത് പുറത്തുള്ള 2-3 പേര് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഹി വാസ് സെപ്പറേറ്റഡ്. അവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ള കാര്യം ഞാനിങ്ങനെ അറിയുന്നത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി ആരാണെന്നോ എന്താണെന്നൊന്നും എനിക്ക് അറിയിട്ടില്ലായിരുന്നു. എന്നേക്കാൾ മുന്നേ പുറത്തുള്ളവർക്ക് അറിയായിരുന്നു, ലൈക്ക് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഹി വാസ് സെപ്പറേറ്റഡ്. പുള്ളി സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നു. ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ കാരണമാണോ പുള്ളിയുടെ ലൈഫിൽ ഡിവോഴ്സ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ. ഐ ആം നോട്ട് ദ റീസൺ ബിഹൈൻഡ് ദ ഡിവോഴ്സ്. ഞാനല്ല ഡിവോഴ്സ് റീസൺ എന്ന് പറയുന്നത്. അത് അവർ തമ്മിലുള്ള പേഴ്സണൽ, അവരുടെ ഫാമിലി, അവരുടെ ഇഷ്യൂസ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും പറയേണ്ട കാര്യം എനിക്ക്. ആൻഡ് എനിക്കിത് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യണം എന്നെനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും എനിക്കൊരു ഫാമിലി ക്രാഷ് ചെയ്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല. കാരണം ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള പെയിനും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡായിരുന്നു. ഞാൻ 1ൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് അവർ ഡിവോഴ്സായി. സോ ഞാൻ അനുഭവിച്ച പെയിനും അമ്മ അനുഭവിച്ച പെയിനും പപ്പ അനുഭവിച്ച പെയിനും ഒക്കെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തി. ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വി ക്യാൻ ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് ഐ കോണ്ടാക്ട്. ഈ ഫ്രണ്ട് ചെയ്യുന്നൊരു സാധനമല്ല ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവോഴ്സായി കൂടെ ഒരാൾ വേണം തോന്നിയാൽ അതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വി ജസ്റ്റ് നീഡ് ടു മൂവ് ഓൺ. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈഫിലൊരു എൻഡിങ് പോർഷനോ അല്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ആയപ്പോൾ നമ്മുടെ ലൈഫ് ഇവിടെ തീർന്നു എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്. സോ അവിടെ ഒരു എൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഇപ്പം എത്രയോ പേര്, ഇപ്പം പുള്ളി മാത്രമല്ല എത്രയോ പേര് ഡിവോഴ്സായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പോയി മാരേജ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്. സോ ദാറ്റ് അതിലൊന്നും ഒരു കുറ്റവും കാര്യങ്ങളും എനിക്ക്. സായി ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സായി ലക്ഷ്മിയുടെ ജീവിതത്തിൽ തന്നെ ഈ വേർപിരിയലിൻ്റെ വേദന ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്നും ഈ പെൺകുട്ടി 1ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴേക്കും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഡിവേഴ്സ് ആയതും അവരുടെ വേദനയൊക്കെ നോക്കി കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് അടുത്തവരുടെ ജീവിതമൊക്കെ നശിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ താൻ ഒരിക്കലും ചെന്നു കയറില്ല എന്നുമൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. കണ്ടാൽ ഏതോ ഒരു 18-19 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു +2 ലെവലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു പക്ഷേ സായി ലക്ഷ്മി പഠിക്കുന്നത്. പിന്നെ പ്രേമത്തിന് എന്ന് പറയുന്നത് വയസ്സുമില്ല, കണ്ണുമില്ല, മൂക്കുമില്ല എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ അവരവരുടെ കാര്യങ്ങളാണെങ്കിലും സത്യം പറഞ്ഞാലും തീരെ ഇതുപോലുള്ള പക്വത കുറഞ്ഞ ഒരു പ്രായത്തിൽ ജീവിതത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഒരു വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടി ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിനു മുമ്പ് പല വീഡിയോസിലും ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പഠിക്കേണ്ട സമയത്തും നല്ലപോലെ പഠിക്കുക, അതുപോലെ തന്നെ ഒരു ജോലിയൊക്കെ ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ആരംഭിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഒരു സ്നേഹബന്ധത്തിലൊക്കെ പോയി ചാടിയാലും പിന്നീട് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് കൊണ്ട് ഇവർക്ക് ഒരു ബാധിപ്പ് ജീവിതത്തിൽ വരാൻ സാധ്യത കുറവാണ്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ അതും ജീവിതത്തിൽ വളരെയധികം ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ വിവാഹം പോലെയുള്ള വിഷയങ്ങളൊക്കെ. അതുപോലെ ഈ വളരെ ചുരുങ്ങിയ സമയം ഒരാളെ കണ്ടിട്ട് ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം
യോജിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റും. അതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു അറിവുമില്ലാതെ പെട്ടെന്നു കണ്ടു, സ്നേഹം വന്നു, കല്യാണം കഴിക്കാനുള്ളൊരു തീരുമാനത്തിൽ വരുന്നു. അതിനു മുമ്പ് കുറച്ച് ഒരുമിച്ചൊക്കെ താമസിച്ചു നോക്കുന്നു. ഇതൊക്കെ ഈ എന്താ പറയുന്നത്, ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ, വെളിരാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള റിലേഷൻഷിപ്സൊക്കെ വന്നിട്ട് ഈ ടെസ്റ്റിംഗ് ഫേസും ഒക്കെ കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ വിട്ടിട്ട് പോവുക, അങ്ങനത്തെ ഒരു മോഡേണിസം വന്നിട്ട് നമ്മുടെ നാട്ടിലും അത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് ഇത്രമാത്രം വിജയിക്കും എന്നുള്ളത് അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ ഇവിടെ നടപ്പിൽ വരുത്തുവാനായിട്ട് ശ്രമിച്ചാൽ, ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ബന്ധമൊക്കെ തുടങ്ങുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി താനാണെന്ന്, ഇതുപോലെ നല്ലൊരു ആളിനെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണെന്ന് നോക്കി വിശ്വസിച്ചും ചിന്തിച്ചുകൊണ്ടാണ് പല പെൺകുട്ടികളും ഈ പക്വത കുറവുള്ള പ്രായത്തിൽ തന്നെ ഇതുപോലെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളൊക്കെ പറഞ്ഞാലും അവർക്കൊന്നും അറിയില്ല. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ഒക്കെ അനുസരിച്ചിട്ട് മുൻപോട്ട് പോകണം എന്നൊക്കെയാണ് ഇവരും ചിന്തിക്കുന്നത്. മാതാപിതാക്കൾ പറയുന്ന അഭിപ്രായത്തിനോടൊന്നും യാതൊരു വിലയും ഇവർ കൊടുക്കാറില്ല. എടുത്തു ചാടി കല്യാണം കഴിക്കാനുള്ളൊരു ഇതിൽ പോയി ചിലപ്പോൾ കല്യാണം നടക്കാതിരിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം, ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടാകുമ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കഷ്ടം, അച്ഛൻ ഒരു വഴിക്ക് പോകുന്നു, വേറെ ഒരു വിവാഹം കഴിക്കുന്നു, ഡൈവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വേറെ ഒരു വഴിക്ക് പോകുന്നു. ഈ കുഞ്ഞിൻ്റെ കാര്യം ആരും ചിന്തിക്കുന്നേ ഇല്ല. കുഞ്ഞിൻ്റെ ലൈഫ് വന്നിട്ട് എത്രമാത്രം ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഫേസിലാണ് ഈ കുഞ്ഞ് കടന്നു പോകുന്നത്. ഇപ്പോൾ സായി ലക്ഷ്മിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്നുമാണ് ആ കുട്ടിയും വന്നിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കന്മാരുടെ പ്രശ്നങ്ങളും വഴക്കും അടിപിടിയും ഒക്കെ കണ്ടിട്ട് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. വളർന്നു കഴിയുമ്പോഴേക്ക് എവിടെന്നെങ്കിലും ഇതുപോലുള്ള ഒരു ആശ്വാസം കിട്ടുമ്പോഴേക്ക് അങ്ങോട്ട് ചായുന്ന ഒരു പതിവ് ഇതുപോലത്തെ ബ്രോക്കൺ ഹോമിൽ നിന്നും വരുന്ന കുട്ടികൾക്കൊക്കെ സാധാരണ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കേസസൊക്കെ. പക്ഷേ ഇതൊക്കെ ആര് പറഞ്ഞാലും അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് ഉൾക്കൊള്ളുവാൻ തീരെ സാധിക്കില്ല. പിന്നീടൊരു കാലം വരുമ്പോഴേക്കും ഇവർക്ക് ധാരാളം ഇങ്ങനെ പോകുന്ന ബന്ധങ്ങൾ ഒരുപാട് പരാജയപ്പെടാറുണ്ട്. ചിലതെങ്കിലും സക്സസ്ഫുള്ളും ആകാറുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ അവരവരുടെ തലവിധി പോലെ ഇരിക്കും. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന് പറയാൻ വേറെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള കുട്ടികൾക്ക് ഒന്ന് ആലോചിക്കാം. കുറച്ച് ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആകുന്നത് വരെ ഈ വിവാഹം കഴിക്കാൻ തയ്യാറുള്ള ആ ചെറുപ്പക്കാരനോ ഇല്ല ഒരു വ്യക്തിയോ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു പഠിത്തവും ജോലിയൊക്കെ ലഭിച്ചതിന് ശേഷം സത്യസന്ധമായിട്ടുള്ളൊരു റിലേഷൻ ആണെങ്കിൽ അതുവരെ അവർ കാത്തിരുന്നിട്ട് കല്യാണം കഴിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുകയോ ഇല്ല ഭാവിയിൽ പിന്നീട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് തെറ്റായി പോയി എന്ന് തോന്നിയാൽ ജീവിതം ഒന്നേ ഉള്ളൂ. അതിൽ തെറ്റുകളൊക്കെ ഇപ്പോൾ തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ ബന്ധങ്ങളും നമ്മൾ നോക്കിക്കണ്ടു പോയാലും അതൊക്കെ 100% നല്ല രീതിയിലായിരിക്കണമെന്നുമില്ല. പക്ഷേ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിട്ട് അതിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് കുറേയൊക്കെ ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് കടന്നാൽ മതിയോ എന്നുള്ളൊരു വിഷയമാണ്. പിന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ അരുണിന് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അരുണും ഒരു അച്ഛനാണ്. ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ആ കടമക അതെങ്കിലും ഒരു അച്ഛനെന്ന നിലയ്ക്ക് പുള്ളിക്കാരന് നോക്കി നടത്താൻ പറ്റിയാൽ അത് വളരെ നല്ലത്. കാരണം ഒരു കുഞ്ഞിൻ്റെ ഭാവിയാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം വഴി ഒരുപാട് പേര് ഇതിൽ ബാധിച്ചു വിഷമിക്കുകയും എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഇപ്പോൾ വരണമെന്നൊന്നും ഉറപ്പില്ല. പക്ഷെ വന്നു പോയാൽ അത് അതിജീവിച്ച് മുമ്പോട്ട് സന്തോഷമായിട്ടൊരു ജീവിതം നയിക്കുന്നത് പിന്നെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും സായി ലക്ഷ്മിക്ക് അങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ ബാക്കി എല്ലാവരും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴേക്കും അതിൻ്റെ കോൺസിക്വൻസസ് ഉറപ്പായിട്ട് ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവരുടെ ഇഷ്ടമാണ്. സായി ലക്ഷ്മി പറഞ്ഞതും നിങ്ങൾ കേട്ട് കാണും, പാർവതിക്ക് പറയാനുള്ളതും കേട്ട് കാണും. അപ്പോൾ നിങ്ങളിൽ പലരും ഇതുപോലെയുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും കടന്നു പോയവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിലും ഉണ്ടാകും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്ത് തന്നെയായാലും
ആത്മാർത്ഥമായിട്ട് കമൻസ് വഴി ഷെയർ ചെയ്യുക. ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട്, കാരണം ഇതുപോലെയുള്ള പല പല സംഭവങ്ങളും നമ്മുടെ ചുറ്റിലും സമൂഹത്തിലും നടക്കുന്നത് ഇന്നത്തെ തലമുറ അത് കണ്ടിട്ട് എന്തെങ്കിലും നല്ല അതിൻ്റെ ഒരു വശം ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കുമെങ്കിൽ, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുവാനായിട്ട് അവർക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു വിഷയമാണ്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.